ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചു. ജാമ്യ ഹർജിയിലെ ചില പരാമർശങ്ങൾ വീണ്ടും പരാതിക്കാരിയെ അധിക്ഷേപിക്കുന്നതെന്നും കോടതി നിരീക്ഷിച്ചു. ബോബി ചെമ്മണ്ണൂരിന്റെ മറ്റ് ദ്വയാർത്ഥ പ്രയോഗ ദൃശ്യങ്ങൾ ഹൈക്കോടതി പരിശോധിച്ചു. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഹൈക്കോടതി ജാമ്യം നിലവിൽ അനുവദിച്ചിട്ടുണ്ട്. ഉത്തരവ് ഉച്ചയ്ക്ക് 3:30 മാത്രമേ വരികയുള്ളൂ. എന്തായാലും പ്രാഥമിക ഘട്ടത്തിൽ കോടതി എന്തെല്ലാം നിരീക്ഷണങ്ങളാണ് നടത്തിയിരിക്കുന്നത്? ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ഹൈക്കോടതി അനുവദിച്ചെങ്കിലും വലിയ രീതിയിലുള്ള വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നും ബോബി ചെമ്മണ്ണൂരിന് നേരെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഇന്ന് ജാമ്യ ഹർജി പരിഗണിച്ച സമയത്ത് പ്രോസിക്യൂഷൻ പറഞ്ഞത് ആവർത്തിച്ച് ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്ന ഒരു വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. മറ്റ് ചടങ്ങുകളിൽ വെച്ച് മറ്റു ചില സ്ത്രീകളോടും സമാനമായിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളടക്കം പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഇത് പരിശോധിച്ചുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞത് എന്തിനാണ് ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം നൽകിയ ജാമ്യ ഹർജിയിലും ഹണി റോസിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ ബോബി ചെമ്മണ്ണൂർ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതായത് ഹണി റോസിന് അസാമാന്യ മികവൊന്നും ഇല്ല എന്നുള്ളതായിരുന്നു ആ പരാമർശം. അതിലും ഹൈക്കോടതി ചില വിമർശനം പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇത്തരം ജാമ്യ ഹർജിയിലെ പരാമർശം അത് വീണ്ടും പരാതിക്കാരിയായിട്ട് ഹണി റോസിനെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നതാണെന്നാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. മാത്രവുമല്ല, ആ ചടങ്ങിൽ വെച്ച്, അതായത് ബോബി ചെമ്മണ്ണൂർ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയ അതേ ചടങ്ങിൽ വെച്ച് ഹണി റോസ് പ്രതികരിക്കാതിരുന്നത് നടിയുടെ മാന്യത കൊണ്ടാണെന്നും ഹൈക്കോടതി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ദ്വയാർത്ഥ പ്രയോഗം ബോബി ചെമ്മണ്ണൂർ നടത്തിയില്ല എന്ന് പറയാനാകില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും പ്രോസിക്യൂഷൻ ഈ ജാമ്യ ഹർജി തുറന്നെതിർത്തുവെങ്കിലും ജാമ്യം നൽകാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തുകയായിരുന്നു. പക്ഷേ ഉത്തരവ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. 3:30 ഉത്തരവ് അപ്ലോഡ് ചെയ്യുക എന്നാണ് സിംഗിൾ ബെഞ്ച് പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ റിമാൻഡിൽ തുടരുന്ന ഒരു സാഹചര്യത്തിൽ അന്വേഷണവുമായിട്ട് സഹകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തനിക്ക് ജാമ്യം നൽകണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു ഇന്ന് ഹർജി പരിഗണിച്ച സമയത്ത് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. എന്തായാലും ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നവർക്ക് എന്ത് പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് പൊതുജനത്തിന് മനസ്സിലാകണമെന്നുള്ള പരാമർശം കൂടി ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ബോബി ചെമ്മണ്ണൂർ കുറ്റകൃത്യം നടത്തിയിട്ടില്ല എന്ന് പറയാനാകില്ല എന്ന് പ്രഥമദൃഷ്ട്യാ ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. എന്നാലും ജാമ്യം നൽകുന്നുവെന്നാണ് സിംഗിൾ ബെഞ്ച് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് 3:30 ശേഷമായിരിക്കും പുറത്തിറങ്ങുക. ശരി, രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.